ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ജൂലൈ 5 ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വിസ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം 1908. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിൽ? ബേപ്പൂർ സുൽത്താൻ. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരനിൽ ഒരാൾ? ബഷീർ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. ബഷീറിൻ്റെ പിതാവിൻ്റെ പേര്? കായി അബ്ദുറഹ്മാൻ. ബഷീറിൻ്റെ മാതാവിൻ്റെ പേര്? കുഞ്ഞാത്തുമ്മ. ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം? പത്മശ്രീ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി? പ്രേമലേഖനം. ബഷീറിൻ്റെ ഭാര്യയുടെ പേര്? ഫാബി ബഷീർ. ബഷീറിൻ്റെ ഭാര്യയുടെ യഥാർത്ഥ പേര്? ഫാത്തിമ ബീവി. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി? ബാലാമണിയമ്മ. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ? മമ്മൂട്ടി. ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം? ഭാർഗവി നിലയം. മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. ബാല്യകാലസഖി എന്ന നോവൽ സിനിമയാക്കിയത് ഏതൊക്കെ സംവിധായകരാണ്? പി ഭാസ്കരൻ, പ്രമോദ് പയ്യന്നൂർ. ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആര്? ഫാബി ബഷീർ. മജീദും സുഹ്റയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി? ബാല്യകാലസഖി. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നാണ്? ൻ്റുപ്പാപ്പാക്കൊരാനയുണ്ടാർന്ന്. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ രചിച്ച കൃതി? പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരുകൂടി ഉള്ളത്? പാത്തുമ്മയുടെ ആട്. ബഷീർ രചിച്ച ഒരേയൊരു നാടകം? കഥാബീജം. ആത്മകഥാപരമായ ബഷീറിൻ്റെ കൃതി? ഓർമ്മയുടെ അറകൾ. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി? നേരും നുണയും. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി? സർപ്പയജ്ഞം. ബഷീർ രചിച്ച ആദ്യ നോവൽ? പ്രേമലേഖനം. ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ഏത് കൃതിയിലാണ് ബഷീർ ഉപയോഗിച്ചിരിക്കുന്നത്? ബാല്യകാലസഖി. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതി എന്ന് അറിയപ്പെടുന്നത്? ബാല്യകാലസഖി. ബാല്യകാലസഖി അവതാരിക എഴുതിയത്? MP പോൾ. തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കുറിച്ച് ബഷീർ എഴുതിയ കൃതി? MP പോൾ. ബഷീർ തിരക്കഥ എഴുതിയ ഭാർഗവി നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? A. വിൻസെൻ്റ്. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ കൃതി? വിശ്വവിഖ്യാതമായ മൂക്ക്. മണ്ടൻ മുത്തപ്പ ബഷീറിന് ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം? 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹം. 5ാം ക്ലാസ് പഠനകാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഗാന്ധിജിയെ. പ്രഭ എന്ന തൂലികാനാമത്തിൽ ബഷീർ ഏത് പത്രത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത്? ഉജ്ജീവനം. ആനവാരി രാമൻ നായർ, പൊൻകുരിശു തോമ എന്നീ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് കൃതിയിൽ ഉള്ള കഥാപാത്രങ്ങളാണ്? ആനവാരിയും പൊൻകുരിശും. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ൻ്റുപ്പാപ്പാക്കൊരാനയുണ്ടാർന്ന് എന്നീ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? റൊണാൾഡ് E. ആഷർ.
സാഹിത്യലോകത്ത് നിന്നും ഏറെ വിമർശനങ്ങൾ നേരിട്ട ബഷീറിൻ്റെ കൃതി ശബ്ദങ്ങൾ. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീർ കൃതി ശബ്ദങ്ങൾ. ബഷീറിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ തങ്കം. ഏതു പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത്? ജയകേസരി. ബഷീറിന് ഡിലിറ്റ് ബിരുദം നൽകിയ സർവകലാശാല? കോഴിക്കോട് സർവകലാശാല. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച വർഷം? 1994 ജൂലൈ 4. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം യാ ഇലാഹി. ബഷീറിൻ്റെ ജന്മശതാബ്ദി ആചരിച്ച വർഷം? 2018. ശ്രീ MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് ഏകാന്തവീഥിയിലെ അവധൂതൻ. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ MA റഹ്മാൻ. ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.